ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല കിടിലനായിട്ടുള്ള ബീഫ് ഗ്രേവി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. അതിനായിട്ട് ഒരു 1.5 കിലോ ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരു കുക്കറിലേക്ക് 1.5 കിലോ ബീഫ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, ഒരു 2 ടേബിൾ സ്പൂൺ ചെറിയുള്ളി ചതച്ചത്, പിന്നെ 1 ടേബിൾ സ്പൂൺ പച്ചമുളക് ചതച്ചത്, പിന്നെ ഒരു 2 സവാള, പിന്നെ ഒരു 2 തക്കാളി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ, അതേപോലെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും, പിന്നെ നമ്മളിപ്പോൾ 1 ടേബിൾ സ്പൂൺ നിറയെ ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ചേർത്തത് ഒരു 1/2 ഗ്ലാസ് തൈര് അതുകൂടി ചേർത്ത്, പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് കൂടി ചേർത്തിട്ട്, പിന്നെ ഇനി അതിലേക്ക് ചേർക്കുന്നത് 1 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ. അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി നന്നായിട്ട് മിക്സ് ചെയ്യും. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് പുതിനയുടെ ഇല, കുറച്ച് കറിവേപ്പിൻ്റെ ഇല, കുറച്ച് മല്ലിയില, ഇതുകൂടി നന്നായിട്ട് കൈ കൊണ്ട് തന്നെ തിരുമ്മി പിടിപ്പിച്ച് മിക്സ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് ഓയിൽ കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. അതായത് കോക്കനട്ട് ഓയിലാണ്. ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിനുള്ള വിസിൽ ഒരു 6-7 വിസിൽ ഇട്ടിട്ടുണ്ടാവും കേട്ടോ. ബീഫിനൊക്കെ നല്ല വേവുള്ളത് കൊണ്ട് അപ്പോൾ ഓരോരുത്തരുടെ ഇതിനനുസരിച്ചിട്ട് ഒരു ഉരുളി എടുത്തിട്ട് അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം കുറച്ചൊരു പിഞ്ച് ഉലുവ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊന്ന് പൊട്ടി വരട്ടെ. എന്നിട്ട് അതിലേക്ക് ചേർക്കുന്നത് ഒരു സവാളയുടെ പകുതിയാണ് കേട്ടോ. അതുകൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇതൊക്കെ നന്നായിട്ട് വാടി വരട്ടെ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു 10 ചെറിയ ഉള്ളി ക്രഷ് ചെയ്തത് കൂടി ചേർക്കണം കേട്ടോ. ഒരു 10 ചെറിയ ഉള്ളി ക്രഷ് ചെയ്തും കൂടി ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് വാടി വരട്ടെ. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും, 1/4 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും, 1 ടീസ്പൂൺ പച്ചമുളക് ചതച്ചതും, കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി, കുറച്ച് പുതിനയും കുറച്ച് മല്ലിയിലയൊക്കെ കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ കൂടി നന്നായിട്ട് വാടി വരട്ടെ. ഇതെല്ലാം കൂടി നന്നായിട്ട് വാടി വരുമ്പോൾ നമ്മളതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 3/4 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് കേട്ടോ ചേർക്കുന്നത്. മാറിയതല്ല, ചിക്കൻ മസാല തന്നെയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് നമ്മളൊരു 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഒക്കെ കൂടി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പ്രഷർ കുക്ക് ചെയ്ത് മാറ്റി വെച്ചതിന് ബീഫ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. നല്ല കിടിലൻ ഐറ്റമാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പൊറാട്ടയുടെ കൂടെയും പത്തിരിയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി റെസിപ്പിയാണ്.
നല്ല സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളൊരു 3 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് തിളപ്പിച്ച് എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇനി നമ്മൾ കുറച്ച് മല്ലിയില കൂടി ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബീഫ് ഗ്രേവി എന്ന് പറയുന്നത്. നല്ല സൂപ്പർ ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.